അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിൽ നിന്നൊരു വാതിൽ അവർ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, അൽ മവാഹിബുൽ ജലിയ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നിന്നുള്ള തത്വ ഉപദേശം എന്ന വിഷയത്തിൽ നിന്നാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. മഹാനായ തഴവ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബിന്റെ വിധിയെ വെല്ലുവാൻ തുനിയാതിരി, നീ തന്ത്രശാലികളിൽ ഉയർന്നാലും ശരി. റബ്ബിന്റെ വിധി, അതിന് വെല്ലാൻ തുനിയണ്ട. നീ വലിയ കേമനാണ്, വലിയ തന്ത്രശാലിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ റബ്ബിന്റെ വിധിയെ നീ എന്ത് ചെയ്യണ്ട, വെല്ലുവിളിക്കാനോ വെല്ലാനോ ഒരുങ്ങരുത്. മുറുകെ പിടിച്ചോ റബ്ബിനെ നീ എപ്പോഴും, നീങ്ങാത്ത തണലാ നീ മരിച്ചാലെപ്പോഴും. എൻ്റെ നാഥൻ അള്ളാഹുവാണ്, എനിക്ക് ജീവിതം നൽകിയവൻ, എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ എനിക്ക് രൂപകൽപ്പന ചെയ്ത് എന്നെ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞായി ഈ ഭൂമിയിൽ ജനിച്ച് വീഴാൻ കാരണക്കാരൻ. ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് വളരാൻ, ഉയരാൻ, ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതും എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവാണ്. രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ചവൻ, സമയാസമയങ്ങളിൽ ആഹാരം നൽകിയവൻ, അനുയോജ്യമായ വസ്ത്രങ്ങൾ നൽകിയവൻ, അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ചവൻ, ആവശ്യമായ വിദ്യാഭ്യാസം നൽകിയവൻ, ആവശ്യമായ സമയത്ത് വിവാഹം കഴിക്കാൻ സൗകര്യം ചെയ്തു തന്ന, അതിനുശേഷം കണ്ണിന് കുളിർമയാകുന്ന കുഞ്ഞുങ്ങളെ തന്ന, കുടുംബം, വീട്, ഇതൊക്കെ നൽകിയ, അനുയോജ്യമായ ജോലിയിൽ എന്നെ എത്തിപ്പെടുത്തിയവൻ, ഇതൊക്കെയും എൻ്റെ സൃഷ്ടാവായ തമ്പുരാനാണ്. അങ്ങനെ വരുമ്പോൾ അല്ലാഹുവിൽ നമ്മൾ അഭയം പ്രാപിക്കണം. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന എൻ്റെ സൃഷ്ടാവായ റബ്ബിനെ എന്ത് വേണം, നമ്മൾ വഴങ്ങി വണങ്ങി അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് അള്ളാഹുവിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട്, റബ്ബിനെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മൾ ആയി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ആസ്വദിക്കുകയും റബ്ബിന് ധിക്കാരമായ ജീവിതം നയിക്കുകയും ചെയ്യുക എന്നത് റബ്ബിനോട് അഥവാ നമ്മുടെ സൃഷ്ടാവിനോട് നാം ചെയ്യുന്ന നന്ദികേടാണ്. അത് മനസ്സിലാക്കുക. മുറുകെ പിടിച്ചോ റബ്ബിനെ നീ എപ്പോഴും, നീങ്ങാത്ത തണലാ നീ മരിച്ചാലെപ്പോഴും. ആപത്തു വന്നാൽ പൊതിയണേ നിധിയാണ്, ക്ഷമിക്കേണ്ടതാ നീ ഓർക്കണേ വിധിയാണ്. നമുക്ക് പെട്ടെന്നൊരാപത്ത് വന്നു, ഒരു ബുദ്ധിമുട്ടിൽ പെട്ടു, അപകടങ്ങളിൽപ്പെട്ടു, വിഷമമുണ്ടായി. എന്നാൽ അള്ളാഹുവിൽ നമ്മൾ ക്ഷമ കൈക്കൊള്ളണം. അസ്സബറു നിസ്ഫുൽ ഈമാൻ. ക്ഷമയെന്നത് ഈമാന്റെ പകുതിയാണ്.
ക്ഷമ എന്നത് ഓരോ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം ചിലർക്കത് പറ്റാത്ത കാര്യമാണ്. പക്ഷേ എന്ത് വലിയ സംഭവമാണെങ്കിലും, എന്ത് വിഷമമാണെങ്കിലും, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് റബ്ബിൽ അർപ്പിക്കുക. കേട്ടിട്ടില്ലേ, നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും അല്ലേ? ഇന്ന സ്ഥലത്ത് ഒരു ആൾ മരിച്ചു, അതല്ലെങ്കിൽ എന്തോ ഒരു അപകടമുണ്ടായി എന്ന ഒരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഉടനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ ചൊല്ലും. എന്താണത്? തീർച്ചയായും നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, നമ്മുടെ മടക്കവും അള്ളാഹുവിലേക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏത് കാര്യങ്ങളുണ്ടെങ്കിൽ അതായാൽ പോലും മനസാന്നിധ്യത്തോടുകൂടി ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന മക്കൾ, അതുപോലെ നമ്മുടെ കുടുംബം, ഭാര്യ, ബന്ധുമിത്രാദികൾ, നമ്മൾ ഇഷ്ടം വയ്ക്കുന്നവർ, നമ്മളെ അഗാധമായി സ്നേഹിക്കുന്നവർ, നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവർ പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മനസ്സ് നിയന്ത്രണം വിട്ടുപോകും. അങ്ങനെ നിയന്ത്രണം വിട്ട് നമ്മൾക്ക് എന്തൊക്കെ തോന്നുന്നതുവോ അതൊക്കെ അങ്ങ് ചെയ്തു കൂട്ടുക, അത് പാടില്ല. അതൊരിക്കലും പാടില്ല. മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി ക്ഷമ കൈക്കൊണ്ട് ക്ഷമയോടുകൂടി ജീവിക്കുക, അതാണ് വേണ്ടത്. ആപത്തു വന്നാൽ പൊതിയണേ നിധിയാണ്, ക്ഷമിക്കേണ്ടതാ നീ ഓർക്കണേ വിധിയാണ്. എന്താപത്ത് വന്നാലും അതൊക്കെ റബ്ബിങ്കിൽ നിന്നുള്ളതാണ്, പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ ക്ഷമിച്ച്, വിധിയെ തടയാൻ ആർക്കും കഴിയുകയില്ല, റബ്ബിൻ്റെ പരീക്ഷണമാണ്, ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം എന്നെ അവൻ വിജയിപ്പിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ ആ രീതിയിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമ കൈക്കൊള്ളണം. തുടങ്ങിക്കഴിഞ്ഞതു പൂർത്തിയാക്കൽ വേണ്ടതാ, തുടങ്ങുന്നതേക്കാൾ എപ്പോഴും ഹൈറുള്ളതാ. ഒരു സംരംഭം നമ്മൾ തുടങ്ങി, എന്നാൽ എന്ത് വേണം? അത് പൂർത്തിയാക്കുക. ഒരു കച്ചവടം തുടങ്ങി, എന്നാൽ ഉടനെ ആ കച്ചവടം തുടങ്ങിയത് കൊണ്ട് അതിൻ്റെ ലാഭങ്ങൾ വരുവാൻ തുടങ്ങുമോ? ഇല്ല, കുറച്ച് സമയമെടുക്കും. അതിൻ്റെ വിവിധങ്ങളായ വശങ്ങളെ ചിന്തിച്ച്, വിവിധങ്ങളായ സാധനങ്ങൾ ശേഖരിച്ച് അതിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ലാഭങ്ങൾ വരാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മളൊരു കിണർ കുത്താൻ തുടങ്ങി, ഒരു കിണർ വെട്ടാൻ ആളിനെ കണ്ടെത്തി, കിണർ കുത്തി, കുറച്ചങ്ങോട്ടായപ്പോൾ നമ്മൾ പറയും ഇനിയിപ്പോൾ അവിടെ വേണ്ടേ, അത് മൂടിയിട്ട് അടുത്ത സ്ഥലത്ത് തുടങ്ങും. അങ്ങനെ ആകല്ല. പിന്നെയോ, നമ്മൾക്ക് ആ കിണർ കുത്തുന്നത് കൊണ്ട് നമ്മുടെ ഉദ്ദേശം നമുക്ക് വെള്ളം ലഭിക്കുക, ആവശ്യമായ ജലം ലഭിക്കാൻ പറ്റുന്ന രീതിയിലാകുക എന്നതാണ്. അപ്പോൾ വെള്ളം കാണുന്നത് വരെ, അവിടെ വെള്ളം കാണാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കിണർ കുത്താൻ തുടങ്ങിയതെങ്കിൽ ആ കിണർ കുത്തിയത് വെള്ളം കാണുന്നത് വരെ പൂർത്തിയാക്കുക. അല്ലാതെ കുറച്ച് കുത്തി, അത് നികത്തി അടുത്തത് കുത്തി, അത് നികത്തി അടുത്തത് കുത്തി, അങ്ങനെ നിന്നാൽ സമയവും സമ്പത്തും വ്യഥാവിലായിപ്പോവും, നഷ്ടത്തിലായിപ്പോവും, ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും. അതുപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ വിഷയവും. ഒരു ബിസിനസ് നമ്മൾ ആരംഭിച്ചു, അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും, അതിൻ്റെ ലാഭങ്ങൾ വരാൻ സമയമെടുക്കും. ആ കച്ചവടത്തിൻ്റെ ബിസിനസ്സിൻ്റെ നേക്കുകളൊക്കെ മനസ്സിലാക്കി, ആൾക്കാരുമായിട്ടുള്ള ഇടപാടുകൾ എങ്ങനെയാണെന്ന് നോക്കി, അതനുസരിച്ച് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ, വരുമാനങ്ങൾ വന്നു തുടങ്ങും. അതുകൊണ്ട് ഒന്ന് തുടങ്ങിയാൽ അത് കഴിവതും പൂർത്തിയാക്കാൻ വരെ അതിൽ ഉറച്ചു നിൽക്കുക, അതാണ് ഇതിൻ്റെ ഖൈർ. കുടുംബങ്ങളെ അടുപ്പിക്കലേറ്റം നല്ലതാ, ദീർഘായുസിനുള്ള ഔഷധത്തിൽ പെട്ടതാ. നമ്മൾ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്,
ആയുസ് വർദ്ധിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഉസ്താദുമാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദീർഘായുസ് ലഭിക്കാൻ കുടുംബ ബന്ധം ചേർക്കുക എന്നത്. കുടുംബ ബന്ധം എന്ന് പറയുന്നത് നമ്മളെ സഹോദരിമാർ, നമ്മളെ സഹോദരങ്ങൾ, ഉമ്മയുടെ ബന്ധുക്കൾ, ഉപ്പയുടെ ബന്ധുക്കൾ, അങ്ങനെ നാമുമായി ബന്ധപ്പെട്ട ആൾക്കാരെ നല്ല രീതിയിൽ നമ്മൾ അവരുമായി ഇടപഴകുക, അവരുമായി നല്ല സഹവാസത്തിലായിരിക്കുക, അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു പെരുന്നാൾ വന്നു, എന്നാൽ ആ പെരുന്നാൾ സമയം അവരുടെ വീടുകൾ സന്ദർശിക്കുക. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷം വന്നു, നമ്മളെ ക്ഷണിച്ചു, എന്നാൽ നമ്മൾ പോകുക, ആ കാര്യങ്ങളിൽ പങ്കെടുക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് വിഷമം വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നമ്മളെ കൊണ്ടൊക്കുന്നതാണെങ്കിൽ പരിഹരിച്ചു കൊടുക്കുക. അത് സാമ്പത്തികമാകട്ടെ, ശാരീരികമായ സഹായമാകട്ടെ, എങ്ങനെയായാലും വേണ്ടിയില്ല, അതൊക്കെ നമ്മളെ കൊണ്ടൊക്കുന്ന രീതിയിൽ അവരെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. അവരുമായി നമ്മൾ എപ്പോഴും നല്ല കോൺട്രാക്റ്റിലാകുക. ഗൾഫ് രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ, പ്രവാസികളാണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ അവരെ ഒന്ന് വിളിക്കുക, അവരെ വിശേഷങ്ങൾ അറിയുക, സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അങ്ങനെയുള്ള സന്തോഷ വർത്തമാനങ്ങൾ പറയുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കുടുംബ ബന്ധം പുലർത്തുന്നവർ, അങ്ങനെ കുടുംബ ബന്ധം പുലർത്തിയാൽ ദീർഘായുസ് ലഭിക്കും, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാകുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ആ വക കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ കുറച്ച് സാമ്പത്തികമായി ഉന്നതിയിലെത്തി, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികളൊന്നും അത്ര എത്തിയില്ല. എന്നാൽ പിന്നെ എനിക്ക് അവരൊന്നും വേണ്ട, എൻ്റെ സ്റ്റാറ്റസിന് അവർ മോശമാണ്, എൻ്റെ ബന്ധുക്കളാണെന്ന് അവർ പറയുന്നത് പോലും എനിക്ക് മോശമാണ്, കുറച്ചിലാണെന്ന് പറഞ്ഞ് മനസ്സിരുത്തി അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുമക്കളെയും നമ്മുടെ ഭാര്യയും അവരുമായി സഹവസിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതും പറഞ്ഞതൊക്കെ നന്മയുടെ ബാബിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മൾക്ക് ഖൈർ നൽകി സന്തോഷമായി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിന്ന് ഒരുപാട് പേർ രോഗമായി കിടക്കുന്നുണ്ട്, അവർക്ക് രോഗശമനം കൊടുക്കട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, എല്ലാവരുടെ ഖബർ ജീവിതവും അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിൽ ഒരു വാതിൽ അവർ ഖബറിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. കുടുംബസമേതം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ്, ഉംറയും സിയാറത്തും വേണ്ടതുപോലെ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും ദുരന്തങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ. സന്തോഷകരമായി ജീവിച്ച് ഈമാനോടുകൂടി വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലോ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുത്തുനബിയെ കണ്ടുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരണം ഖൈറാവുന്ന സമയം മദീനയിൽ മരണപ്പെട്ട് ജന്നത്തുൽ ബഖീഅയിൽ ഖബറടങ്ങാനുള്ള ഭാഗ്യം സാധുക്കളായ നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.